നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ എഴുന്നള്ളി വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ. ഇന്ന് ധ്യാനിക്കുന്ന ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് തന്നെ വ്യാഖ്യാനിച്ച് തരണം, വാക്കുകളെ തരണം. അധരങ്ങൾ തുറക്കുമ്പോൾ നീ തരുന്ന വാക്കുകൾ ഉപയോഗിച്ച് പ്രസംഗിക്കാൻ, ധ്യാനിപ്പിക്കാൻ കർത്താവ് വരം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി ഈ വചനങ്ങൾ അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിയാനും ജീവിത പരിവർത്തനം ഉണ്ടാകാനും യേശു കർത്താവിനെ രക്ഷകനായി വിശ്വസിച്ച് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കർത്താവ് മാത്രം ഏകലക്ഷ്യം, കർത്താവ് മാത്രം നമ്മുടെ രക്ഷകൻ എന്ന് വിശ്വസിച്ച് ജീവിതത്തിൽ മുന്നേറാനും കർത്താവിൻ്റെ വലിയ കൃപ ദാനങ്ങൾ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എഫേസ്യോസ് 2-ാം അധ്യായം 2-ാം വാക്യം മുതൽ ഇന്ന് ചിന്തിക്കാം. 2-ാം വാക്യം ഞാൻ വായിക്കുന്നു. അന്ന് ഈ ലോകത്തിൻ്റെ ഗതി പിന്തുടർന്നു അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. അന്ന് എന്ന് പറഞ്ഞാൽ അവർ വിജാതീയരായിരുന്നപ്പോൾ, അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസികളായിത്തീരുന്നതിന് മുമ്പ് എന്താണ് സംഭവിച്ചത്? അന്ന് എങ്ങനെയായിരുന്നു? ഇതാണ് പറഞ്ഞു തുടങ്ങുന്നത്. അന്ന് ഈ ലോകത്തിൻ്റെ ഗതി അനുസരിച്ചാണ് നടന്നിരുന്നത്. അനുസരണക്കേടിൻ്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തികളുടെ അധീശനെ അനുസരിച്ചുമാണ് നിങ്ങൾ നടന്നിരുന്നത്. പഴയ ജീവിതം എഫേസ്യോസുകാരുടെ മാത്രമല്ല, നമ്മൾ ചിന്തിക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണോ നമ്മൾ ഇതിന് മുമ്പ് ജീവിച്ചിരുന്നത് എന്ന് നമ്മൾ ഒരു പരിശോധന, ആത്മശോധന നടത്തുന്നത് നമ്മുടെ ജീവിതത്തിന് നന്നായിരിക്കും. ക്രിസ്തുവിനെ അറിയാതിരുന്ന ഒരു കാലത്ത് വിജാതിയർ അപരാധങ്ങളും പാപങ്ങളും മൂലം മരിച്ചവരായിരുന്നു എന്ന് പൗലോസ് നമ്മളോട് ഓർമ്മപ്പെടുത്തി കഴിഞ്ഞിട്ട് അന്നത്തെ അവസ്ഥയെ വീണ്ടും ഒന്ന് വിവരിക്കുകയാണ് പൗലോസ് ചെയ്യുന്നത്. അന്തരീക്ഷ ശക്തികളുടെ അധിപൻ അവനെ അനുസരിച്ച് ജീവിച്ചിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. അന്തരീക്ഷ ശക്തികളുടെ അധിപൻ ആരാണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാത്താനാണ്. അന്തരീക്ഷത്തിലെ ചില ശക്തികളാണ് സാത്താൻ്റെ സൈന്യം. അതിൻ്റെ അധിപൻ സാത്താൻ തന്നെ. പാപ വഴികളിൽ നിന്ന് നാം ഒഴിഞ്ഞു മാറണം. ഇസ്രയേൽ ജനം ചെയ്ത പാപത്തെക്കുറിച്ച് നിയമാവർത്തനം 29:17 ഒരു സൂചനയുണ്ട്. നിയമാവർത്തനം 29:17 ആ ജാതികളുടെ ദേവന്മാരെ ചെന്ന് സേവിക്കേണ്ടതിന് ഇന്ന് നമ്മുടെ ദൈവമായ യഹോവയെ വിട്ടുമാറുവാൻ മനസ്സുള്ള യാതൊരു പുരുഷനും സ്ത്രീയും യാതൊരു കുലവും ഗോത്രവും നിങ്ങളിൽ ഉണ്ടായിരിക്കരുത്. നഞ്ചും കയ്പുമുള്ള ഫലം കായ്ക്കുന്ന യാതൊരു വേരും അരുത്. 1 പത്രോസ് 4:3 പറയുന്നു, വിജാതിയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പോലെ അഴിഞ്ഞാട്ടത്തിലും ജഡമോഹത്തിലും മദ്യപാനത്തിലും മധുരോത്സവത്തിലും നിഷിദ്ധമായ വിഗ്രഹാരാധനയിലും മുഴുകി നിങ്ങൾ മുമ്പ് വളരെ കാലം ചെലവഴിച്ചു. ഇത് പഴയ ജീവിതം. പൗലോസ് ഇങ്ങനായിരുന്നല്ലോ എന്ന് അവരെ ഓർമ്മപ്പെടുത്തുന്നു. പൗലോസ് ലേഖനത്തിൽ ആ സ്ഥിതികളെക്കുറിച്ചൊന്ന് പറയുന്നുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിതിയും എങ്ങനെയായിരുന്നു നമ്മൾ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ് എന്നുള്ളതും നമ്മൾ ചിന്തിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. സുഭാഷിതങ്ങൾ 17:15 പറയുന്നു, ദുഷ്ടരുടെ പ്രവൃത്തികളെ ന്യായീകരിക്കുന്നവനും നീതിമാന്മാരിൽ കുറ്റം ചുമത്തുന്നതിനും
ഒന്നുപോലെ കർത്താവിനെ വെറുപ്പിക്കുന്നു. ചിലരെ ദുഷ്ടയുടെ പ്രവൃത്തികൾ അവരെന്ത് ചെയ്താലും അതിനെ എങ്ങനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അത് ശരിയല്ല. അതുപോലെ നീതിമാന്മാരെ വെറുതെ ആവശ്യമില്ലാതെ കുറ്റം ചുമത്തും. അത് രണ്ടും കർത്താവ് വെറുക്കുന്ന കാര്യങ്ങളാണ്. യേശയ്യ 5:20 പറയുന്നു, തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം, പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം, മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. യേശയ്യ പറഞ്ഞിരിക്കുകയാണ്, പ്രവാചകനാണ്. നന്മയെ തിന്മയായിട്ട് പരിഗണിക്കും ചിലർ, തിന്മയെ നന്മയായിട്ടും പരിഗണിക്കും. അങ്ങനെയൊക്കെ പരിഗണിക്കുന്നവർക്ക് ദുരിതമാണ് ഉണ്ടാകാനിരിക്കുന്നത് എന്ന് യേശയ്യ പ്രവാചകൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. നിയമജ്ഞരെയും ഫരീസയരെയും കുറിച്ച് യേശു കർത്താവ് പറയുന്നത് അവർ കപടനാട്യക്കാരാണെന്നാണ്. നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങൾ എന്താണെന്ന് യേശു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവർ അതങ്ങ് ലംഘിക്കുക. മത്തായി 23:23 യേശു പറയുന്നു, കപടനാട്യക്കാരായ നിയമജ്ഞരെ ഫരീസയരെ, നിങ്ങൾക്ക് ദുരിതം. നിങ്ങൾ തുളസി, ചതുകപ്പ, ജീരകം എന്നിവയ്ക്ക് ദശാംശം കൊടുക്കും. എന്നിവയ്ക്ക് ദശാംശം കൊടുക്കുകയും നിയമത്തിലെ ഗൗരവമേറിയ കാര്യങ്ങളായ നീതി, കാരുണ്യം, വിശ്വസ്തത എന്നിവ അവഗണിക്കുകയും ചെയ്യുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. അപ്പോൾ നിയമത്തിൽ ചില കാര്യങ്ങൾ ഗൗരവതരമാണ്. അത് ഗൗരവതരമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. നീതി, കാരുണ്യം, വിശ്വസ്തത, ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഗൗരവതരമെന്ന് യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നീതി, കാരുണ്യം, വിശ്വസ്തത. നമ്മൾ ലൗകികരായി ജീവിച്ചാൽ പോരാ, അത് ആപൽക്കരമായ ഒരു കാര്യമാണ്. ലോകമയത്വത്തിൻ്റെ ദോഷഫലമായി സത്യത്തിൻ്റെ സ്വാധീനത നശിച്ചു പോകും. മത്തായി 13:22 പറയുന്നു, യേശു പറഞ്ഞ ഒരു ഉപമയിലാണ്, ഒരുവൻ വചനം ശ്രവിക്കുന്നു, എന്നാൽ ലൗകിക വ്യഗ്രതയും ധനത്തിൻ്റെ ആകർഷണവും വചനത്തെ ഞെരുക്കുകയും അത് ഫലശൂന്യമായി തീരുകയും ചെയ്യുന്നു. അവന് വചനം കേൾക്കാൻ ഇഷ്ടമാണ്, ശ്രവിക്കും. പക്ഷേ ധനത്തോടുള്ള ആകർഷണം അത് വചനത്തെ ഞെരുക്കി കളയുന്നു. അപ്പോൾ പിന്നെ ഫലം എങ്ങനെ ഉണ്ടാകും? ഫലശൂന്യമായി പോകും. അത് ലോകമയത്വത്തിൻ്റെ ഒരു ആപത്ത് സംഭവിക്കുന്നതാണ് നമ്മളിൽ. 2, തെറ്റായ ഉറപ്പിലേക്ക് ജനത്തെ വശീകരിക്കുന്നു. മത്തായി 24:28-29 നോഹ പേടകത്തിൽ പ്രവേശിച്ച ദിവസം വരെ അവർ തിന്നും കുടിച്ചും വിവാഹം ചെയ്തു കൊടുത്തും കഴിഞ്ഞു പോന്നു. ജലപ്രളയം വന്ന് സംഹരിക്കുന്നത് വരെ അവർ അറിഞ്ഞില്ല. ഇപ്രകാരം തന്നെയായിരിക്കും മനുഷ്യപുത്രൻ്റെ വരവും. അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അങ്ങ് സംഭവിക്കും. തിന്ന് കുടിച്ച് വിവാഹം ചെയ്തു കൊടുത്തും ഒക്കെ ഇങ്ങനെ ജീവിക്കും. ആത്മീയമായ കാര്യങ്ങളിൽ വിചാരവും ചിന്തയും ഇല്ലാതെ ജീവിക്കും. പെട്ടെന്ന് തന്നെ കർത്താവിൻ്റെ വരവ് ഇങ്ങ് വരും. യാക്കോബ് തൻ്റെ ലേഖനത്തിൽ ധനവാന്മാർക്കൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. യാക്കോബ് 5:5 നിങ്ങൾ ഭൂമിയിൽ ആഡംബരപൂർവ്വം സുഖലോലുപരായി ജീവിച്ചു, കൊലയുടെ ദിവസത്തേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ കൊഴുപ്പിച്ചിരിക്കുന്നു. ധനവാന്മാരോട് പറയുന്നതാണ്. യേശു കർത്താവ് തന്നെ ഈ ധനത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ധനവാൻ്റെ ലാസറിൻ്റെ ഭൂമിയിൽ യേശു ഇങ്ങനെ പഠിപ്പിച്ചു. ലൂക്കോസ് 16:25 അബ്രഹാം പിതാവ് പറയുകയാണ്, മകനേ നീ ഓർക്കുക, നിനക്ക് ആ ധനവാന്
ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിനോ കഷ്ടതകളും. ഇപ്പോൾ അവനിവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുന്നു. ധനത്തിൽ ആശ്രയിക്കുന്നവർക്ക് വരുന്ന വിപത്തുകളെക്കുറിച്ചാണ് യേശു കർത്താവ് ഈ ഉപമയിൽ കൂടെ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ചിലർ പാപമല്ല, അതുമായിട്ട് അനുകരിക്കപ്പെടുന്ന ചില കാര്യങ്ങൾ ചെയ്യും, പാപമല്ലെന്ന് അവരങ്ങ് വിചാരിക്കും. അതും പാടില്ല. ഒരു ഉദാഹരണം, ഭൂരിപക്ഷവും തിന്മയുടെ പക്ഷത്താണെങ്കിലും നമ്മൾ തിന്മ ചെയ്യരുത്. ഒരു കാര്യം ചെയ്യണോ വേണ്ടായോ എന്ന് തീരുമാനിക്കുമ്പോൾ ഭൂരിപക്ഷം പേര് ഏതാണ് അതിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? 100 പേരുണ്ടെന്ന് വിചാരിക്കുക, 80 പേരും ഒരു പക്ഷത്ത്, 20 പേരേ ഉള്ളൂ മറ്റേ പക്ഷത്ത്. ഈ ഭൂരിപക്ഷം പേരും തിന്മയായിട്ടുള്ളത് ചെയ്യാനാണ്. അത് ശരി, അത് മതി, അങ്ങനെ മതിയെന്നും പറഞ്ഞ് അനുകരിക്കുന്നവരാ. വചനം പറയുന്നു അത് പാടില്ല. ഭൂരിപക്ഷം നോക്കിയല്ല തെറ്റും ശരിയും ഒക്കെ നിശ്ചയിക്കേണ്ടത്. പുറപ്പാട് 32:2 ഭൂരിപക്ഷത്തോട് ചേർന്ന് തിന്മ ചെയ്യരുത്, ഭൂരിപക്ഷത്തോട് ചേർന്ന് നീതിക്കെതിരായി കോടതിയിൽ സാക്ഷ്യം നിൽക്കരുത്. വേറൊരു കാര്യം, തെറ്റായ ആരാധന നടത്തരുത്. അപ്പോൾ ഞാൻ പാപം ചെയ്യുന്നില്ല, ആരാധനയുടെ രീതിയിലൊരല്പം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ എന്ന് വിചാരിക്കരുത്. തെറ്റായ രീതിയിലുള്ള ആരാധന നടത്തരുത്. നിയമാവർത്തനം 12:31-32 വാക്യങ്ങൾ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിങ്ങൾ വിജാതിയരെ അനുകരിക്കരുത്. കർത്താവ് വെറുക്കുന്ന സകല മ്ലേച്ഛതകളും അവർ തങ്ങളുടെ ദേവന്മാർക്ക് വേണ്ടി ചെയ്തു. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന കാര്യങ്ങളിൽ എല്ലാം നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കണം. ഒന്നും കൂട്ടുകയോ കുറയ്ക്കുകയോ അരുത്. ആരാധനയ്ക്കൊരു ക്രമം, അത് ദൈവികമായതാണ്. പഴയ നിയമത്തിലെ ബലിയർപ്പണത്തെക്കുറിച്ചൊക്കെ ഉണ്ട്. പുതിയ നിയമത്തിൽ നമുക്ക് ആരാധനയ്ക്ക് ക്രമം ബൈബിൾ അനുസരിച്ചുള്ളതുണ്ട്. അത് വേണം നമ്മൾ അനുകരിക്കാൻ. കൂട്ടുകയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട. ഈ ജാതികളുടെ ഇടയിലുള്ള പല ആചാരങ്ങളും നമ്മൾ കൈക്കൊണ്ട് അതനുസരിച്ച് അങ്ങനെ ചെയ്യാം, അത് കുഴപ്പമില്ല എന്ന് പറയരുത്. ഓണത്തിൻ്റെ ആഘോഷങ്ങളൊക്കെ നമ്മുടെ ഈ ആരാധനക്രമത്തിൽ ഉൾപ്പെടുത്താം എന്ന് പറയുന്ന ചില വ്യക്തികളുമുണ്ട്. അങ്ങനെ ചെയ്യാനുള്ളതല്ല. കൂട്ടുകയും വേണ്ട, കുറയ്ക്കുകയും വേണ്ട. മൂന്നാമതൊരു കാര്യം, ജാതികളുടെ പരിചയങ്ങളെ സ്വീകരിക്കരുത്. 2 രാജാക്കന്മാർ 17:15 തങ്ങളുടെ പിതാക്കന്മാർക്ക് അവിടുന്ന് നൽകിയ കൽപ്പനകളും ഉടമ്പടിയും തങ്ങൾക്ക് ലഭിച്ച മുന്നറിയിപ്പുകളും അവർ അവഗണിച്ചു. അവർ വ്യാജവിഗ്രഹങ്ങളുടെ പിന്നാലെ പോയി അവിശ്വസ്തരാകുകയും ചുറ്റുമുള്ള ജനതകളെ അനുകരിക്കുകയും ചെയ്തു. ഈ ജനതകളെ പോലെ പ്രവർത്തിക്കരുതെന്ന് കർത്താവ് കൽപ്പിച്ചിരുന്നു. ചുറ്റുമുള്ള ജനങ്ങൾ എന്ത് ചെയ്യുന്നു അതുപോലെ അനുകരിക്കാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അവരെ അനുകരിക്കരുത് എന്ന്. നാലാമതൊരു കാര്യം, ചീത്ത മാതൃക പിന്തുടരുത്. മത്തായി 23:2-3 യേശു കർത്താവ് അരുളി ചെയ്തു, നിയമജ്ഞരും ഫരീശയരും മോശയുടെ സിംഹാസനത്തിലിരിക്കുന്നു, അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുവീൻ, അതനുഷ്ഠിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത്. അവർ പറയുന്നു, പ്രവർത്തിക്കുന്നില്ല. പറയാൻ മിടുക്കരാ, അത് പറയും, പ്രവർത്തനത്തിൽ ഇല്ല, തെറ്റായിട്ട് രീതിയിൽ ചെയ്യും. അവർ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യരുത്. അവരുടെ പഠിപ്പീര് നമ്മൾ മനസ്സിലാക്കി എടുക്കണം. അഞ്ചാമത്തെ ഒരു കാര്യം, നമ്മൾ ലൗകികമായ പണിക്കാരാകരുത്. ലൂക്കോസ് 12:18 ഭോഷനായ ഒരു ധനികനുണ്ട്. യേശു കർത്താവ് പറഞ്ഞു, അവൻ പറയുകയാണ്, ആ ധനികൻ പറയുകയാണ്, ഞാൻ ഇങ്ങനെ ചെയ്യും, എൻ്റെ അറപ്പുരകൾ പൊളിച്ച് അവ വലുതാക്കി പണിയും, അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും സംഭരിക്കും. ദൈവം അവനെ വിളിക്കുന്നത് ഭോഷ.
വലിയ ധനവാൻ ഞാൻ മിടുക്കനെന്ന് വിചാരിച്ചാണ് പറയുന്നത്. എല്ലാം ഞാൻ അങ്ങ് വലുതാക്കി ഇപ്പം പണിത് എല്ലാം അവിടെ അങ്ങ് ശേഖരിച്ച് വെക്കുമെന്ന്. ദൈവം അവനോട് ചോദിക്കുന്നു, വിളിക്കുന്നത്, ഭോഷ, ഇന്ന് ഈ രാത്രിയിൽ നിൻ്റെ ജീവനെ തിരികെ വിളിച്ചാൽ, തിരികെ ചോദിച്ചാൽ പകരം നീ എന്ത് കൊടുക്കും? ഭോഷൻ. ഇതാണ് കർത്താവ് പറയുന്നത്. കൂട്ടി വെക്കുന്നതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കണം എന്ന് ചുരുക്കം. ഇനി സാത്താനെക്കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ സാത്താൻ എന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ പ്രഭുവാണ്. യോഹന്നാൻ 14:30 പറയുന്നു, നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല. യേശു കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതാണ്, ഞാൻ ഇനിയും നിങ്ങളോട് അധികം സംസാരിക്കുന്നില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി ഇങ്ങോട്ട് വരികയാണ്, പക്ഷേ അവന് എൻ്റെ മേൽ അധികാരമില്ല. ഈ ലോകത്തിൻ്റെ അധികാരി എന്ന് പറയുന്നത് സാത്താനെക്കുറിച്ചാണ്. 2 കൊരിന്ത്യർ 4:4 പൗലോസ് എഴുതിയിരിക്കുകയാണ്, ഈ ലോകത്തിൻ്റെ ദേവൻ സാത്താൻ തന്നെ അവിശ്വാസികളുടെ ആയ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു, തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ സുവിശേഷം അവർക്ക് മനസ്സിലാകുന്നില്ല. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അവരുടെ കണ്ണുകളെ ഈ സാത്താൻ അന്ധമാക്കിയിരിക്കുന്നു. സാത്താന് ശക്തിയുള്ളവനാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നീതിമാനെ പീഡിപ്പിക്കുവാൻ ഈ സാത്താൻ അനുവാദം കിട്ടി. ജോബിൻ്റെ പുസ്തകം 1:12 കർത്താവ് സാത്താനോട് പറഞ്ഞു, ജോബിനുള്ള സകലത്തിന്മേലും ഞാൻ നിനക്ക് അധികാരം നൽകുന്നു, എന്നാൽ അവനെ മാത്രം ഉപദ്രവിക്കരുത്. ജോബിന് ഒരു പരീക്ഷ കൊടുത്തതാ, ദൈവം കൊടുത്തതാ. അവനെ മാത്രം നീ ഉപദ്രവിക്കരുത്, അവൻ്റെ മേലുള്ള എല്ലാ വസ്തുക്കളുടെ മേലും ഞാൻ നിനക്ക് അധികാരം തരുന്നു. ടെസ്റ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. പരാജയപ്പെട്ടിട്ടില്ലല്ലോ ജോബ്. പാപികളെല്ലാം ഈ സാത്താൻ്റെ അധീനത്തിലാണ്, കീഴിലാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 26:17-18 പൗലോസിനെ കാണപ്പെട്ട ഉയർത്തെഴുന്നേറ്റവനായ യേശു ഇങ്ങനെ അരുളി ചെയ്തു, നിന്നെ ഞാൻ നിൻ്റെ ജനത്തിൽ നിന്നും വിജാതിയരിൽ നിന്നും രക്ഷിച്ച് അവരുടെ അടുക്കലേക്ക് അയക്കുന്നു. അത് അവരുടെ കണ്ണുകൾ തുറക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലൂടെയുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. 2 കൊരിന്ത്യർ 4:3-4 വാക്യങ്ങൾ പൗലോസ് എഴുതുകയാണ്, ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. ചിലർക്ക് സുവിശേഷം നിഗൂഢമാവും, മനസ്സിലാകുന്നില്ല. അതിന് കാരണം പൗലോസ് പറയുന്നത്, ഈ ലോകത്തിൻ്റെ ദേവൻ സാത്താൻ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് അവർക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കാതെ പോകുന്നത്. ഈ സാത്താൻ വിശുദ്ധരോട് പോരാടുന്നവനാണ്. എഫേസ്യോസ് 6:12 നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. ഇവരെ സ്വർഗീയ ഇടങ്ങളിൽ അവിടെ ഇരിപ്പുണ്ട്. അവർക്ക് എല്ലാം എതിരായിട്ടാണ് വിശുദ്ധരായ ആൾക്കാർ പടപൊരുതുന്നത്. ഇനി അത് ചില അടയാളങ്ങളൊക്കെ കാണിക്കും, വ്യാജമായ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കും. 2 തെസ്സലോനിക്ക 2:9-10 വാക്യങ്ങൾ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ, നിയമനിഷേധിയുടെ ആഗമനം, എല്ലാ ശക്തികളോടും വ്യാജമായ അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും സത്യത്തെ സ്നേഹിക്കാനും അങ്ങനെ രക്ഷ പ്രാപിക്കാനും വിമുഖത കാണിക്കുകയാൽ നശിച്ചു പോകുന്നവരെ വഞ്ചിക്കുന്ന അനീതികളോടും കൂടി ആയിരിക്കും. ഇവിടെ പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിച്ചോണം. നമുക്ക് ബൈബിളിലെ
എഴുതപ്പെട്ട വിശ്വാസസത്യങ്ങൾ ഉണ്ട്. ആ വിശ്വാസസത്യങ്ങളാണ് അടിസ്ഥാനപരമായി നമ്മൾ സ്വീകരിക്കുന്നത്. ഇതിന് വിപരീതമായിട്ട് എന്ത് പറഞ്ഞാലും സ്വീകരിക്കരുത്. പൗലോസ് എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഞാൻ പ്രസംഗിച്ച പ്രസംഗമല്ലാതെ സുവിശേഷമല്ലാതെ വേറെ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ സ്വീകരിക്കരുത്. കാര്യം അത് പിശാചിൻ്റെ വേലകളാണ്. ചിലർ പറയും ചില അത്ഭുതങ്ങളൊക്കെ അവിടെ നടന്നു, ഇന്നിടത്ത് ഒരു അത്ഭുതം നടന്നു, ഇന്നിടത്ത് ആരാണ്ടൊക്കെ പ്രത്യക്ഷപ്പെട്ടു, ഏതാണ്ടൊക്കെ പറഞ്ഞു, അത് നമ്മൾ അനുസരിക്കണമെന്ന്. ബൈബിളിലുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നോക്കേണ്ടത്. ബൈബിളിന് വിപരീതമായിട്ടൊരു കാര്യം പറഞ്ഞാൽ അത് അംഗീകരിക്കരുത്. പിശാചിൻ്റെ വേലയാണ്. ഇവിടെ തന്നെ പൗലോസ് തെസ്സലോനിക്കരോട് പറയുന്നത്, ഈ സാത്താൻ വരുമ്പോൾ അവന് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കും. അത്ഭുതം കണ്ട ഉടനെ അത് ദൈവികമായത് സത്യമാണ് എന്ന് വിചാരിക്കരുത്. ബൈബിളിലുണ്ടോ, അതാണല്ലോ ദൈവവചനം, അതാ നോക്കിയാൽ മതി. ബൈബിളിലില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ സ്വീകരിക്കരുത്. സാത്താന് അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ പ്രവർത്തിച്ച് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. അതൊന്നും സ്വീകരിക്കാൻ പാടില്ല. അത്ഭുതം നടന്നല്ലോ എന്നൊക്കെ പറയും. തെറ്റിദ്ധരിപ്പിക്കാൻ ചെയ്യുന്ന വേലകളാണ്. അതിനെന്തിന് കഴിവുണ്ട്. സാത്താൻ ഒരു വഞ്ചകനാണ്. വെളിച്ച ദൂതൻ്റെ വേഷം ധരിക്കുന്നവനാണ്. 2 കൊരിന്ത്യർ 11:14 പറയുന്നു, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. വേഷത്തിൽ ഇങ്ങനെ ദൈവദൂതനെ പോലൊക്കെ ഒരുങ്ങിയൊക്കെ ഇങ്ങ് വരും. നാം കബളിപ്പിക്കപ്പെടാൻ പാടില്ല. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. അടുത്ത വാക്യം നമ്മൾ വായിക്കാം. 2:3. അനുസരണക്കേടിൻ്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ഈ ജഡമോഹങ്ങളിൽ ജീവിച്ചു. നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവേന ക്രോധത്തിൻ്റെ മക്കളായിരുന്നു. യഹൂദരും അതുപോലെ തന്നെ വിജാതിയരും പാപത്തിൻ്റെ ശക്തിക്ക് കീഴ്പ്പെട്ടിരുന്നു. യഹൂദർക്ക് തങ്ങൾ കുറേ കൂടി അത്യുന്നതരായ ആൾക്കാരാണ് എന്ന് പറയുവാൻ യാതൊരു തെളിവുമില്ല, യാതൊരു കാര്യവുമില്ല. അങ്ങനെ വീരവാദം മുഴക്കാൻ അവർക്ക് കഴിയത്തില്ല. റോമർ 3:9-10 വാക്യങ്ങളിൽ പൗലോസ് അത് സൂചിപ്പിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾ എന്നിവിടെ പൗലോസ് പറയുന്നത്, അപ്പോൾ ശരീരം എന്തോ തിന്മയാണ്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ശരീരം അതിൽ തന്നെ തിന്മയാണെന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, യോഹന്നാൻ 1:14. അങ്ങനെയാണല്ലോ ദൈവം മനുഷ്യാവതാരം ചെയ്തതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പം ശരീരമെടുത്തു എന്നുള്ളത്, ശരീരം അതിൽ തന്നെ പാപമാണ് എന്ന് വിചാരിക്കരുത്. അതിൻ്റെ അർത്ഥം സ്വയം കേന്ദ്രീകൃതമായ അഭിലാഷങ്ങളും ആഗ്രഹങ്ങളുമാണ് പൗലോസ് ശരീരത്തിൻ്റെ അഭിലാഷങ്ങൾ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. റോമർ 8:4 ഇത് ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് ജീവിക്കാതെ ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് ജീവിക്കുന്ന നമ്മിൽ നിയമത്തിൻ്റെ അനുശാസനം സഫലമാകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ശരീരത്തിന് ചില അഭിലാഷങ്ങൾ കാണും, ചില പ്രവണതകൾ കാണും. അതെല്ലാം അങ്ങ് ചെയ്യാനല്ല നമ്മളോട് പറയുന്നത്. ആത്മാവ് നമ്മളെ പ്രചോദിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, അതനുസരിച്ച് പ്രവർത്തിക്കണം. ആത്മാവ് പറയും ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യാം, ഇന്നതൊക്കെ തെറ്റാണ്. ആത്മാവ് പറഞ്ഞു തരും. ആത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് മാത്രം നമ്മൾ പ്രവർത്തിച്ചാൽ മതി. ഗലാത്യ ലേഖനം 5:16 പൗലോസ് പറയുന്നു, ഞാൻ നിങ്ങളോട് പറയുന്നു, ആത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് വ്യാപരിക്കുവീൻ, ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ജഡത്തിന് പല കാര്യങ്ങളൊക്കെ ഉണ്ട്, ആഗ്രഹങ്ങൾ ചെയ്താൽ കൊള്ളാം എന്ന് പറയും. അങ്ങനെ ചെയ്യരുത്. ആത്മാവിൻ്റെ പ്രേരണ എന്താണെന്ന് അന്വേഷിച്ചിട്ട് അതനുസരിച്ച് മാത്രം ചെയ്യണം.
നമ്മളും ഒരിക്കൽ ക്രോധത്തിൻ്റെ മക്കളായിരുന്നു. ക്രോധത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ന്യായവിധി അറിയിക്കുന്നവരായി തീർന്നു എന്നാണ് ദൈവത്തിൻ്റെ ക്രോധത്തിൻ്റെ മക്കൾ എന്ന് പറയുന്നത്. ദൈവം കോപിക്കാൻ നമ്മൾ യോഗ്യരായി മാറിപ്പോയി എന്നർത്ഥം. ഈ അഭക്തരായിട്ടുള്ളവരെ അവർ യഥാർത്ഥത്തിൽ പിശാചിൻ്റെ മക്കളാണ്. മത്തായി 13:38 യേശു ഒരു ഉപമ പറഞ്ഞിട്ട് അതിനെ വിശദീകരിക്കുകയാണ്. വയൽ എന്ന് പറയുന്നത് ലോകമാണ്, നല്ല വിത്ത് രാജ്യത്തിൻ്റെ പുത്രന്മാരാണ്, കളകൾ ദുഷ്ടൻ്റെ പുത്രന്മാരുമാണ്. ഉപമയിലോട്ട് ഞാൻ പ്രവേശിക്കുന്നില്ല. യേശു വിശദീകരിച്ചതാണ്. ഈ ദുഷ്ടൻ എന്ന് പറയുന്നതാണ് കളകൾ, അത് സാത്താൻ്റെ പുത്രന്മാരാണ്. യോഹന്നാൻ 8:44 യേശു യഹൂദർക്ക് ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. നിങ്ങളുടെ പിതാവായ പിശാചിൽ നിന്നുള്ളവരാണ്. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. അവനാകട്ടെ ആദ്യം മുതൽ കൊലപാതകയാണ്. ആദ്യത്തെ കൊലപാതകം അവൻ മൂലമാണ് നടന്നത്. അവൻ ഒരിക്കലും സത്യത്തിൽ നിലനിന്നിട്ടില്ല. എന്തെന്നാൽ അവനിൽ സത്യമില്ല. കള്ളം പറയുമ്പോൾ സ്വന്തം സ്വഭാവമനുസരിച്ച് തന്നെയാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അവൻ നുണയനും നുണയുടെ പിതാവുമാണ്. ഇതാണ് പിശാച്. കള്ളത്തരങ്ങൾ ചെയ്യും, തെറ്റായ രീതിയിൽ ചില അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിച്ച് വിശ്വാസത്തിൽ നമ്മളെ തെറ്റിച്ച് കളയും. എല്ലാ അത്ഭുതങ്ങളും കർത്താവ് കാണിച്ചു തരുന്നതാണെന്ന് വിചാരിക്കരുത്. ബൈബിളിലെ വാചകങ്ങൾക്ക് വിരുദ്ധമായിട്ട് ആര് കാണിച്ചാലും വിശ്വസിക്കരുത്. അഭക്തരെന്ന് പറയുന്നവർ ഈ യുഗത്തിൻ്റെ മക്കളാണ്. ലൂക്കോസ് 16:8 കൗശലപൂർവ്വം പ്രവർത്തിച്ചതിനാൽ നീതിരഹിതനായ കാര്യസ്ഥനെ യജമാൻ പ്രശംസിച്ചു. എന്തെന്നാൽ ഈ യുഗത്തിൻ്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ വെളിച്ചത്തിൻ്റെ മക്കളേക്കാൾ ബുദ്ധിശാലികളാണ്. യേശു രൂപം പറഞ്ഞിട്ട് അതിനെ വിശദീകരിച്ചതാണ്. അപ്പോൾ യേശു 2 വാക്കുകൾ അവിടെ ഉപയോഗിക്കുന്നു. ഈ യുഗത്തിൻ്റെ മക്കൾ, വെളിച്ചത്തിൻ്റെ മക്കൾ. വെളിച്ചത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ഭക്തരായ വിശ്വാസികൾ. ഈ യുഗത്തിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ ഭക്തിയൊന്നുമില്ലാതെ വിശ്വാസം തെറ്റി ജീവിക്കുന്ന ഈ യുഗത്തിൻ്റെ മക്കൾ. ഓപ്പോസിറ്റായിട്ടുള്ള 2 കാര്യങ്ങളാണ്. ലൂക്കാസ് 20:34-35 വാക്യങ്ങൾ യേശു അവരോട് പറഞ്ഞു, ഈ യുഗത്തിൻ്റെ സന്താനങ്ങൾ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നു. എന്നാൽ വരാനിരിക്കുന്ന യുഗത്തെ പ്രാപിക്കുന്നതിനും മരിച്ചവരിൽ നിന്ന് ഉയർക്കുന്നതിനും യോഗ്യരായവർ വിവാഹം ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നില്ല. മരിച്ചവരെ ഉയർക്കുന്നതിനെക്കുറിച്ച് ഈ സദൂക്കരുടെ ഇടയിൽ ചില സംശയങ്ങളുണ്ടായിരുന്നുകൊണ്ട് അവരൊരു ചോദ്യം ചോദിച്ച് യേശുവിനോട് എന്നെ വിശദീകരിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഉയർത്ത് കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും, ആരെ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന് ഉള്ളൊരു ചോദ്യമാണ്. യേശു പറഞ്ഞു, ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞവർ മാലാഖമാരെ പോലെ അവർ പിന്നെ വിവാഹം ചെയ്യുകയും ചെയ്തു കൊടുക്കുകയൊന്നും ചെയ്യുന്നില്ല എന്ന് യേശു കർത്താവ് അത് വിശദീകരിച്ചു കൊടുത്തു. ഈ ദുഷ്ടന്മാരെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും? ആ ദുഷ്ടന്മാർക്ക് ചില സ്വഭാവവിശേഷങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ കണ്ടുപിടിച്ചാൽ ഇവൻ ദുഷ്ടനാണോ അല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സങ്കീർത്തനം 5:9 പറയുന്നു, അവരുടെ അധരങ്ങളിൽ സത്യമില്ല, ദുഷ്ടൻ്റെ അധരങ്ങളിൽ സത്യമില്ല. അവരുടെ ഹൃദയം നാശകോപമാണ്, അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്, അവരുടെ നാവിൽ മുഖസ്ഥിതി മുറ്റി നിൽക്കുന്നു. സുഭാഷിതങ്ങൾ 4:14 തെറ്റ് ചെയ്യാതെ അവർക്ക് ഉറക്കം വരികയില്ല, ആരെങ്കിലും തട്ടി വീഴ്ത്തിയില്ലെങ്കിൽ അവർക്ക് നിദ്ര നഷ്ടപ്പെടുന്നു. ആരെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് തട്ടി വീഴ്ത്തണം, എന്നാലേ അവർക്ക് രാത്രിയിൽ ഉറക്കം വരത്തുള്ളൂ. അങ്ങനെയുള്ളവൻ ദുഷ്ടൻ തന്നെ. നീതിമാനും ദുഷ്ടനുമുണ്ട്. കർത്താവിൻ്റെ ദൃഷ്ടിയിൽ അവരെങ്ങനെയാണ് കാണുന്നത്? സങ്കീർത്തനം 11:5 കർത്താവ് നീതിമാനെയും ദുഷ്ടനെയും പരിശോധിക്കുന്നു, അക്രമം ഇഷ്ടപ്പെടുന്നവനെ അവിടുന്ന് വെറുക്കുന്നു. സങ്കീർത്തനം 32:10 പറയുന്നു, ദുഷ്ടൻ അനുഭവിക്കേണ്ട വേദനകൾ വളരെയാണ്,
കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും. സുഭാഷിതങ്ങൾ 10:27. ദൈവഭക്തി ആയുസ് വർദ്ധിപ്പിക്കുന്നു, ദുഷ്ടരുടെ ജീവിതകാലം പരിമിതമായിരിക്കും. ഇവർ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനുള്ള ചില ഉദാഹരണങ്ങൾ, വചനങ്ങൾ ഞാൻ ഉദ്ധരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി അനുസരണത്തെക്കുറിച്ചും ബൈബിൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അനുസരണം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ കടമയാണ്. ഒന്നാമത്, നാം പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അനുസരിക്കണം. നിയമാവർത്തനം 26:16 പറയുന്നു, ഈ ചട്ടങ്ങളും വിധികളും ആചരിക്കുവാൻ ഇന്നേ ദിവസം നിൻ്റെ ദൈവമായ കർത്താവ് നിന്നോട് കൽപ്പിക്കുന്നു. നീ അവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും കൂടെ ശ്രദ്ധാപൂർവം കാത്ത് പാലിക്കണം. അനുസരണത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് കൃതാർത്ഥതയാണ്. ജോഷുവ 1:8 ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അധരത്തിലുണ്ടായിരിക്കണം, അതിലെഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം, അതിനെക്കുറിച്ച് രാവും പകലും ധ്യാനിക്കണം, അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ കൽപ്പനകളും കർത്താവിൻ്റെ ചട്ടങ്ങളും ഈ വചനങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എപ്പോൾ? രാവും പകലും ധ്യാനിക്കണം. നമ്മുടെ ജീവിതത്തിൽ വിജയം നമ്മൾ വരിക്കും. അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. 1 ശമൂവേൽ 15:27 അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമാണ്. ശമൂവേൽ പ്രവാചകൻ എഴുതിയിരിക്കുന്ന ആണ്. ചിലർ എന്തെങ്കിലും ചെയ്തേച്ച് 2 ബലിയർപ്പിച്ചേക്കാം, 3 കാളയെ ബലിയർപ്പിച്ചേക്കാം, ഞാൻ അത് ചെയ്തേക്കാം, വലിയ കാര്യമൊക്കെ ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ അനുസരണമാണ് ഈ ബലിയെക്കാട്ടിൽ ശ്രേഷ്ഠം എന്നുള്ളത് അറിഞ്ഞിരിക്കണം. ദൈവവചനമാണ്, ശമൂവേൽ പ്രവാചകൻ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. ക്രിസ്തുവിൻ്റെ അമ്മയും സഹോദരന്മാരും ആരാണെന്നൊരു വാചകം ലൂക്കോസ് സുവിശേഷം 8:21 പറയുന്നുണ്ട്. അവൻ പറഞ്ഞു, യേശു പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. അപ്പോൾ കർത്താവിൻ്റെ സഹോദരൻ അല്ലെ കർത്താവിൻ്റെ അമ്മ, ഈ പദവി ആർക്കാണുള്ളത്? അത് യേശുവിൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. ക്രിസ്തുവിൻ്റെ സഹോദരൻ, സഹോദരി, അമ്മ എന്ന പദവിയിലേക്ക് അർഹരായവർ. വേറൊരു കാര്യം അനുസരണത്തെക്കുറിച്ച് അറിയേണ്ടത്, നമ്മൾ മനുഷ്യരെ അല്ല, അതിനേക്കാൾ ഉപരിയായി ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. അപ്പോസ്തല പ്രവൃത്തികൾ 5:29 പത്രോസും അപ്പോസ്തലന്മാരും മറുപടി പറഞ്ഞതാണ്, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. നിങ്ങളിനിയും പോയി സുവിശേഷം പ്രസംഗിക്കരുതെന്ന് മേലധികാരികൾ കൽപ്പന കൊടുക്കുമ്പോൾ പത്രോസും യോഹന്നാനും ധൈര്യമായിട്ട് പറയുക, നിങ്ങളെ അല്ല ഞങ്ങൾക്ക് അനുസരിക്കേണ്ടത്, ഞങ്ങൾ അനുസരിക്കേണ്ടത് മനുഷ്യനെയല്ല ദൈവത്തെയാണ്. കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പ്രസംഗിക്കണം, സുവിശേഷം അറിയിക്കണം, അത് ഞങ്ങൾക്ക് ചെയ്യാതിരിക്കാൻ സാധ്യമല്ല. ഇതാണ് ധൈര്യപൂർവ്വം അവർ പറഞ്ഞത്. അനുസരണത്തെപ്പറ്റി ക്രിസ്തുവിൻ്റെ വാഗൊണ്ട് പറഞ്ഞ ചില വാക്യങ്ങളുണ്ട്. ഒന്ന്, അവൻ വിവേകവതിയായ മനുഷ്യനാണ്. മത്തായി 7:24 എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകവതിയായ മനുഷ്യന് തുല്യനായിരിക്കും. രണ്ടാമത്തെ കാര്യം, ആത്മീയ ജ്ഞാനത്തിൻ്റെ താക്കോലാണ് അനുസരണം എന്ന് പറയുന്നത്. യോഹന്നാൻ 7:17 അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ മനസ്സുള്ളവൻ, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ മനസ്സുള്ളവൻ ഈ പ്രബോധനം ദൈവത്തിൽ നിന്നുള്ളതോ അതോ ഞാൻ സ്വയം നൽകുന്നതോ എന്ന് മനസ്സിലാക്കും. ഈ സത്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ആർക്കാണ് സാധിക്കുന്നത്? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ മനസ്സുള്ളവർക്കാണ്. അതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലാകണം.
അങ്ങനെ മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ മനസ്സുള്ളവർക്കാണ്. അപ്പോൾ ആ മനസ്സെന്ന് പറയുന്നത് ഒരു താക്കോലാണ്. അറിവിൻ്റെ കൂടുതൽ അറിയാനുള്ള ആ താക്കോലെന്ന് പറയുന്നത് ഈ പ്രവർത്തിക്കാനുള്ള നമ്മുടെ മനസ്സാണ്. അനുസരിക്കുമ്പോൾ വേറൊരു ഗുണമുള്ളത് ദിവ്യ കൂട്ടായ്മ അനുഭവിക്കുവാൻ സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യം, യേശു പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. ഈ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഒരു പ്രാർത്ഥനാ യോഗം, അതൊരു കൂട്ടായ്മയാണ്. നമ്മുടെ വിശ്വാസികളായ എല്ലാവരും കൂടെ കൂടുന്നു. ഒരു കൂട്ടായ്മയിൽ വിശ്വാസത്തിൻ്റെ ശക്തി വർദ്ധിക്കും, നമുക്കൊരു പ്രേരണ നമുക്ക് ലഭിക്കും. ഇതൊക്കെ നല്ലത് തന്നെ. ഇവിടെ കൂട്ടായ്മയിൽ ആരൊക്കെയാണ് ഇരിക്കുന്നത്? ഞാൻ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാനും അതനുസരിക്കുകയും ചെയ്യുന്നെങ്കിൽ, ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നവനാണെങ്കിൽ ഈ കേൾക്കുന്ന വചനം പാലിക്കും. വചനം പാലിക്കുന്നില്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, നമ്മൾ സ്നേഹിക്കുന്നില്ലെന്നാണ് അതിൻ്റെ കാര്യം. സ്നേഹിക്കുന്നെങ്കിൽ ആ വചനം നമ്മൾ പാലിക്കും. അങ്ങനെയാണെങ്കിൽ പിതാവ് ആ വ്യക്തിയെ സ്നേഹിക്കുന്നു. പിതാവായ ദൈവം യേശു ക്രിസ്തു അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂട്ടായ്മ ആരുമായിട്ടാണ്? ദൈവവുമായിട്ടാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്. ആ വാസം നമ്മുടെ ഉള്ളിലുണ്ടാകും. അപ്പോൾ ഒരു കൂട്ടായ്മ, അത് ചെറിയൊരു കൂട്ടായ്മയല്ല, ദൈവവുമായിട്ടുള്ള നമ്മുടെ കൂട്ടായ്മ. അത് വലിയ ഭാഗ്യമല്ലേ? വചനങ്ങൾ കേട്ട് അനുസരിച്ച് സ്നേഹിക്കുന്നവർക്ക് ആ ദിവ്യ കൂട്ടായ്മ ലഭിക്കും എന്ന് അർത്ഥം. ഒരു വലിയ വാഗ്ദാനമാണ്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുക. ക്രിസ്തുവിൻ്റെ വചനങ്ങൾക്ക് അനുസരണം കാണിച്ച ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ബൈബിളിൽ തന്നെ കാണുവാൻ സാധിക്കും. പത്രോസ്, അന്ത്രയോസ്. പത്രോസിനെ അന്ത്രയോസാണ് യേശുവിൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. ഒരിക്കലും അവരെ പിന്നെ മീൻ പിടിച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുക. നിങ്ങൾ എന്നെ അനുഗമിക്കുക. 3 വാക്ക്, ഒരു സെൻറ്റൻസ്. എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ അനുഗമിക്കുക. നിങ്ങളുടെ അപ്പനെയും വലകളെയും എല്ലാം വിട്ടിട്ട് എന്നെ അനുഗമിക്കുക. സകലതും വിട്ടിട്ട് വേണം യേശുവിനെ അനുഗമിക്കാൻ. അപ്പോഴേ അതിൻ്റെ പൂർണ്ണത വരുന്നുള്ളൂ. അവരെല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിൻ്റെ പിന്നാലെ പോയി. യാക്കോബ്, യോഹന്നാനും സഹോദരങ്ങളാണല്ലോ. അവർ വേറൊരു വള്ളത്തിൽ മീൻ പിടിക്കുക. അവരോടും പറഞ്ഞത് നിങ്ങൾ എന്നെ അനുഗമിക്കുക. അവരും വലയൊക്കെ നന്നായിക്കൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. എല്ലാം അങ്ങ് വിട്ടേച്ച്, പിതാവിനെ എല്ലാം അങ്ങ് വിട്ടേച്ച് യേശുവിനെ അനുഗമിച്ചു. ഉടൻ തന്നെ അങ്ങ് അനുഗമിക്കുകയാണ്. അതാണ് പ്രത്യേകത. അവരൊരു പക്ഷെങ്കിൽ യേശുവിൻ്റെ വചനങ്ങൾ നേരത്തെ എവിടെ വെച്ചാലും കേട്ടിട്ടുണ്ടായിരിക്കും. അതായിരിക്കാം ഒരു ആകർഷണം ചിലപ്പോൾ ഉണ്ടായത്. ഏതായാലും പെട്ടെന്ന് തന്നെ എല്ലാം ഉപേക്ഷിച്ച് യേശുവിനെ അനുഗമിച്ചു. യേശുവിനെ അനുഗമിക്കുമ്പോൾ എല്ലാം ഉപേക്ഷിക്കണം എന്നുള്ളൊരു പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചോണം. എന്നാൽ പോകുന്ന വഴിക്ക് എൻ്റെ ബാഗിയുടെ കയ്യിലിരിക്കട്ടെ, അങ്ങോട്ട് പോകുമ്പോൾ വല്ല ചിലവൊക്കെ ഉണ്ടാകുമല്ലോ. യേശുവിനെ പ്രത്യേകിച്ച് വരുമാന മാർഗം വേറെ ഇല്ലല്ലോ. അപ്പോൾ വല്ലതും കയ്യിലുണ്ടെങ്കിൽ എടുത്ത് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം. പിടിച്ച മീനിൻ്റെ അകത്തുനിന്ന് കുറച്ചുകൂടെ ഒരു കുട്ടയിലോ വല്ലതും എടുത്തിരുന്നെങ്കിൽ അതും ആകുമല്ലോ. അങ്ങനൊന്നും വിചാരിച്ചല്ല പോകുന്നത്. എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് യേശുവിനെ അനുഗമിക്കുന്നത്. ഈ ചുങ്കക്കാരൻ മത്തായി അങ്ങനെ ഒരു പ്രധാന സ്ഥാനം വഹിച്ച ആളാണല്ലോ. ചുങ്കക്കാരനാണ്, ചുങ്കക്കാരൻ പ്രധാനിയായിരുന്നു എഴുതിയിട്ടുണ്ട്. യേശു അവനെ വിളിച്ചപ്പോൾ അവൻ്റെ ആ ജോലി കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ റോമൻ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഒരു നിയമനമാണ്. എല്ലാം അങ്ങ് വേണ്ടാന്ന് വെച്ചിട്ട് യേശുവിനെ അനുഗമിച്ചു. ഇതാണ് യേശുവിൻ്റെ വിളിക്കുള്ള ഉത്തരത്തിൻ്റെ പ്രാധാന്യം. കാനായിലെ വിരുന്നിൽ വെച്ച് യേശു വെള്ളം വീഞ്ഞാക്കി അത്ഭുതകരമായിട്ട്. വെള്ളത്തെ വീഞ്ഞാക്കി യേശുവിൻ്റെ മഹത്വം അറിയിച്ച ഒന്നാമത്തെ അത്ഭുതമായിട്ടാണ് യോഹന്നാൻ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്.
നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ മഹത്വം അറിയിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ തേജസ്. എന്തിനാണ് അത്ഭുതം പ്രവർത്തിച്ചതെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നതിന് വേണ്ടിയാണ്. വേറെ ഏതെങ്കിലും വ്യക്തിയുടെ മഹത്വം കാണിക്കാൻ വേണ്ടി അല്ല യേശു അവിടെ അത്ഭുതം പ്രവർത്തിച്ചത്. ദൈവത്തിൻ്റെ മഹത്വം, യേശു ദൈവമാണെന്നുള്ളതിൻ്റെ ഇവിടെ ഒരു തെളിവൂടാണത്. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ യേശു ചെയ്ത അത്ഭുതങ്ങളിൽ ഒന്നാമത്തെ അത്ഭുതമായിട്ടാണ് യോഹന്നാൻ അത് എടുത്തു പറയുന്നത്. പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. യേശു അവിടെ ഒരു കൽപ്പന പറയുന്നു, ഒരു കാര്യം പറയുന്നു ചെയ്യാൻ. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. അവർ ഭരണികളിൽ വെള്ളം നിറച്ചു, വക്കോളം നിറച്ചു. അനുസരിച്ചു എന്നുള്ളതിന് പ്രാധാന്യമുണ്ട്. അനുസരിച്ച് കഴിഞ്ഞു, യേശു ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. വേണമെങ്കിൽ അവർക്ക് ചോദ്യം ചെയ്യാമായിരുന്നു, ഭരണികളിൽ പച്ചവെള്ളം എന്തിനാണ് നിറയ്ക്കുന്നത്? പച്ചവെള്ളം അല്ലല്ലോ ഇപ്പോൾ അവർക്ക് കൊടുക്കേണ്ടത്, അവർക്ക് ദാഹിക്കുന്നൊന്നും അല്ലല്ലോ അവർ പറയുന്നത്. ഇന്ന് കല്യാണ സദ്യയ്ക്ക് വീഞ്ഞിൻ്റെ കുറവുണ്ടായി, അതാണ് പരിഹരിക്കപ്പെടേണ്ടത്. പച്ചവെള്ളത്തെ കൊടുക്കാനല്ല. ഞങ്ങളെന്തിനാണ് പച്ചവെള്ളം കോരി വെക്കുന്നത് എന്ന് വേണമെങ്കിൽ അവർക്ക് മറുചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാമായിരുന്നു. അങ്ങനെ അവർ ചെയ്തില്ല. അവരനുസരിച്ചു, വക്കോളം നിറച്ചു എന്ന് എടുത്തെഴുതിയിരിക്കുന്നു. യേശു അതിനെ വീഞ്ഞാക്കി, നല്ല വീഞ്ഞാക്കി പകർന്ന് കൊടുക്കാൻ പറഞ്ഞു. ഇതാണ് യേശു ചെയ്തത്. അനുസരിക്കുക എന്നുള്ളതാണ് പ്രധാന സംഗതി എന്ന് നമ്മൾ മനസ്സിലാക്കണം. മോശ ഈ ചെങ്കടലിൻ്റെ തീരത്ത് ചെന്നപ്പോൾ ജനങ്ങളെല്ലാം കൂടെ ബഹളമുണ്ടാക്കി, ഞങ്ങളെ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുകയാണോ എന്നൊക്കെ അവർ പറഞ്ഞു. മോശ അങ്ങ് വിഷമിച്ച് പോയി. മോശ ദൈവത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു. മോശ ഏത് പ്രശ്നവും വരുമ്പോൾ മോശ ചെയ്യുന്നൊരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം. യഹോവയുടെ അടുത്തോട്ട് ചെന്ന് ആ സംഗതി പറയും. എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ തലബുദ്ധി ആലോചിച്ച ബുദ്ധി ഇങ്ങനെ തലച്ചോറ് പൊട്ടിക്കുകയല്ല വേണ്ടത്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രശ്നം അവതരിപ്പിച്ചിട്ട് കർത്താവിൽ നിന്ന് ഉത്തരം ലഭിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് നമുക്കതിന് ഉത്തരം തരും. പലരും വിഷമിക്കുന്ന പല പ്രശ്നങ്ങളുണ്ടല്ലോ, അവരങ്ങ് വിഷമിച്ച് നടക്കുകയാണ്. വിഷമിക്കും, സാധാരണമാണ്. പക്ഷേ വിഷമിച്ച് നടക്കുക അല്ല വേണ്ടത്. യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെന്ന് പ്രശ്നം അവതരിപ്പിക്കണം, ഉത്തരം ലഭിക്കും. അത് നമ്മൾ ഓർത്തോണം. യേശുവിൻ്റെ അടുത്താണ് ചെല്ലേണ്ടതെന്ന് നമ്മൾ ഓർക്കണം. വേറെ ചിലരുടെയൊക്കെ അടുത്ത് ചെന്നിട്ട് അത് സാധിച്ചു തരണേ, എനിക്ക് വേണ്ടി ഒന്ന് പറയണേ, അങ്ങനൊന്നും പറയണ്ട. നമുക്ക് ഡയറക്റ്റായിട്ട് യേശുവിനോട് പറയാൻ സാധിക്കും. അതിന് അനുവാദമുണ്ട്. നമ്മൾ പറഞ്ഞാൽ മതി. നമ്മളെ മക്കളാക്കി എടുത്തിരിക്കുകയാണ്. കർത്താവിനോട് പറഞ്ഞാൽ ഉത്തരം ഉണ്ട്. ഒരു ബുദ്ധിപൂർവമായൊരു കാര്യം ചെയ്യാനാണെങ്കിൽ അതിൻ്റെ ബുദ്ധി പറഞ്ഞു തരും. മോശ ദൈവത്തോട് പറഞ്ഞു, വെള്ളത്തിൻ്റെ അപ്പുറത്ത് ചെല്ലണമല്ലോ, ചെങ്കടൽ കടക്കണമല്ലോ, പുറേ ഫറവോൻ്റെ സൈന്യം ഇങ്ങനെ വരികയാണല്ലോ, എന്താ ചെയ്യേണ്ടത് കർത്താവേ? നീ നിൻ്റെ കയ്യിലിരിക്കുന്ന വടിയുണ്ടല്ലോ, അത് കയ്യിലെടുത്തോ. ജനങ്ങളോട് പറയുക, ചെങ്കടൽ തീരത്തേക്ക് നീങ്ങി നിൽക്കാൻ പറയുക. അവരങ്ങോട്ട് നീങ്ങി എല്ലാവരും വരുമ്പോൾ നീ ആ വടി കടലിന് കുറുകെ കാണിക്കണം. ചെങ്കടൽ രണ്ടായിട്ട് പിളരും. വലിയ നടുക്കൂടെ റോഡുണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോശയ്ക്കെതിരായിട്ട് ആ സമയത്ത് ജനം പിറുവിറുത്തില്ല. എന്തിന് ഞങ്ങൾ ചെങ്കടലിൻ്റെ തീരത്തേക്ക് നടക്കണം എന്നവർ ചോദിച്ചില്ല. പറഞ്ഞതനുസരിച്ചു. അത് ശ്രദ്ധിച്ചോണം. ജനം മോശ പറഞ്ഞതനുസരിച്ചു. പിന്നീടാണ് വെള്ളം രണ്ടായിട്ട് പിളരുന്നത്. അനുസരിച്ചു. അവിടെ ചെന്ന് തീരത്ത് നിന്നപ്പോൾ മോശ വടി ഇങ്ങനെ നീട്ടി, വെള്ളം രണ്ടായിട്ട് പിളർന്ന് നടുക്കൂടെ വിശാലമായ റോഡ്, ഉണങ്ങിയ റോഡ്. ചിലർ കണക്കൂട്ടി പറയുന്നത് 2 കിലോമീറ്റർ വീതിയുള്ള റോഡായിരുന്നെന്നാണ്. എങ്കിലും ഇത്രയും പേർക്ക് ആ രാത്രി കൊണ്ട് അക്കരെ ചെല്ലാൻ സാധിക്കുകയുള്ളൂ എന്ന്. അത്ഭുതകരമായിട്ട് ഇങ്ങനൊന്നും ഇതിനു മുമ്പ് നടന്നിട്ടില്ല, അതിന് ശേഷവും നടന്നിട്ടില്ല. അത്ഭുതകരമായി നടക്കുന്നില്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം നടക്കത്തുമില്ല. ഇവിടെ ഒരു വടി കാണിക്കാൻ പറഞ്ഞു, നടന്നു. അത്ഭുതം. അനുസരിച്ചു എന്നുള്ളതിന് പ്രാധാന്യമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അനുസരിച്ചാൽ, വിശ്വാസമുണ്ടെങ്കിൽ എല്ലാം സംഭവിക്കും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേറെ എങ്ങുമല്ല കണ്ടുപിടിക്കേണ്ടത്, കർത്താവിലേക്ക് ചെന്ന് അവനോട് ഈ പ്രശ്നം പറഞ്ഞാൽ മതി. അവൻ്റെ കയ്യിൽ ഉത്തരമുണ്ട്, മറുപടി നമുക്ക് ലഭിക്കും, പരിഹാരം ഉണ്ടാകും. ഏറ്റവും വലിയ പ്രശ്നമായിക്കോട്ടെ,
പരിഹാരം ഉണ്ടാകും. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടക്കാം. 2:4. എന്നാൽ നമ്മൾ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ, വാക്യം തീർന്നില്ല, 5 ചേർന്നാണ്, നമുക്ക് 4 കൊണ്ട് ഇന്നിവിടെ നിർത്താം. ദൈവത്തിൻ്റെ കരുണയുടെ സമൃദ്ധിയെ എടുത്തു കാണിക്കാനാണ് കരുണാസമ്പന്നനായ ദൈവം എന്ന് പൗലോസ് എടുത്തു പറയുന്നത്. കരുണാസമ്പന്നനായ ദൈവം, ഒരു കുറവും ഈ കരുണയ്ക്കില്ല, സമ്പന്നനാണവൻ. എഫെസോസ് ഈ ലേഖനത്തിൽ തന്നെ 5 പ്രാവശ്യം കരുണാസമ്പന്നനായ ദൈവം എന്നുള്ള പ്രയോഗം പൗലോസ് പ്രയോഗിക്കുന്നുണ്ട്. നമ്മുടെ ദൈവം കരുണയിൽ സമ്പന്നനാണ്. സങ്കീർത്തനം 63:3, അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ കാമ്യമാണ്, എൻ്റെ അധരങ്ങൾ അങ്ങയെ സ്തുതിക്കും. യെശയ്യാ 63:9, അവരുടെ കഷ്ടതകളിൽ ദൂതനെ അയച്ചില്ല, അവിടുന്ന് തന്നെയാണ് അവരെ രക്ഷിച്ചത്. തൻ്റെ കരുണയിലും സ്നേഹത്തിലും അവിടുന്ന് അവരെ വീണ്ടെടുത്തു. കഴിഞ്ഞ കാലങ്ങളിൽ അവിടുന്ന് അവരെ കരങ്ങളിൽ വഹിച്ചു. ദൂതനെ അയച്ചിട്ടല്ല, അവൻ തന്നെ നേരിട്ട് ഇങ്ങനെ ചെയ്തു. ദൈവം സ്നേഹമാണ്. സങ്കീർത്തനം 146:8, കർത്താവ് അന്ധരുടെ കണ്ണുകൾ തുറക്കുന്നു, അവിടുന്ന് നിലം പറ്റിയവരെ എഴുന്നേൽപ്പിക്കുന്നു, അവിടുന്ന് നീതിമാന്മാരെ സ്നേഹിക്കുന്നു. യോഹന്നാൻ 3:16, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഈ വാചകം 3:16 യോഹന്നാൻ ബൈബിളിൻ്റെ രത്നചുരുക്കം ഒറ്റ വാചകത്തിൽ പറയാനുള്ള വാചകമാണ്. പിതാവാദയും നമ്മളെയാണ് സ്നേഹിച്ചത്, തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി കാൽവരിയിൽ ബലിയർപ്പിക്കുവാൻ വിടുവാൻ തക്കവണ്ണം നമ്മെ സ്നേഹിച്ചു. റോമർ 5:8, നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു, അത് എങ്ങനെ ദൈവം പ്രകടിപ്പിച്ചിരിക്കുന്നു? കാൽവരിയിലെ ക്രൂസിൽ നോക്കിയാൽ മതി. 1 യോഹന്നാൻ 3:1, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്, ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. സ്നേഹത്തിൻ്റെ സർവ്വപ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. 1 കൊറിന്ത്യർ 13:3 സ്നേഹത്തിൻ്റെ ഗീതമാണല്ലോ. 13-ാം അധ്യായം, ഞാൻ എൻ്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്ക് യാതൊരു പ്രയോജനവുമില്ല. കൊളോസോസ് 3:14, സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവീൻ. മനുഷ്യനോടുള്ള ക്രിസ്തുവിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് അത് മാറ്റമില്ലാത്തതാണ്, അത് ദിവ്യം ആയതാണ്, ത്യാഗപരമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നോണം. പൗലോസ് പറയുന്നത് ഒരു ശക്തിക്കും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർപെടുത്തുവാൻ കഴിയുകയില്ല. റോമർ 8:35, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് എന്നെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, വാളോ? ക്രൂശ് മരണത്തിന് സന്നദ്ധമായ ഒരു സ്നേഹമാണ് യേശുവിൻ്റേത്. ഗലാത്യർ 2:20, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എനിക്കു വേണ്ടി എന്നെ സ്നേഹിക്കുകയും
എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഈ വാക്യത്തോടെ നിന്ന് നമുക്ക് നിർത്താം, സമയം ആകുന്നതുകൊണ്ട്. ഇന്ന് നാം ചിന്തിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തത് എഫേസ്യോസ് 2-ാം അധ്യായം 2, 3, 4 വാക്യങ്ങളാണ്. അന്തരീക്ഷ ശക്തികളുടെ അധിപനെ അനുസരിക്കാതെ പാപവഴികളിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറണം. പാപകരമായ അനുകരണങ്ങളും പാടില്ല. സാത്താൻ്റെ തന്ത്രങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കി. ജഡമോഹങ്ങളിൽ നമ്മൾ ജീവിക്കരുത്. പിശാചിൻ്റെ മക്കളാകാതെ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കണം. ദൈവത്തോടുള്ള അനുസരണത്തിൻ്റെ ഫലങ്ങൾ എല്ലാം നമ്മൾ മനസ്സിലാക്കി. ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ദൈവം നമ്മളെ നടത്തട്ടെ. 127-ാം എപ്പിസോഡിൽ എഫെസോസ് 2:5 മുതൽ നമുക്ക് പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.